ഹായ് ഓൾ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ് എന്നൊരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. ഓക്കെ, കുറച്ച് വലിയ ചാപ്റ്ററാണ്. ബാക്കിയുള്ള ചാപ്റ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളും കുറച്ച് അക്കൗണ്ട്സുകളും ഒക്കെ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ഈ ഒരു ചാപ്റ്ററിനകത്ത് മെയിനായിട്ട് എന്തൊക്കെയാണ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, പിന്നെയോ ബിസിനസ് ഓഫ് ബാങ്കിങ് കമ്പനീസ്, ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, അക്കൗണ്ടിംഗ് സിസ്റ്റം ഇൻ ബാങ്കിങ്, ബുക്സ് മെയിൻറ്റെയിൻഡ് ബൈ ബാങ്ക്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, explanation of some item relating to balance sheet, non-performing asset. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, ഇതിൽ കുറച്ച് ടേംസൊക്കെ കണ്ട് പേടിക്കേണ്ട, പക്ഷേ എളുപ്പമാണ് ഈ ചാപ്റ്റർ. ഓക്കെ, കുറച്ച് അക്കൗണ്ട്സുകൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നു എന്ന് മാത്രം. ഓക്കെ, സോ ഒബ്ജക്റ്റീവ്സ്. ഒന്നാമത്തെ ടേമാണ് ഒബ്ജക്റ്റീവ്സ്. The main objective of this chapter is to provide an overview of final accounts of banking companies. The main objective of this chapter is to provide an overview of final account of banking companies. ൻ്റെ ഫൈനൽ അക്കൗണ്ട്സിനെ കുറിച്ചൊരു ഓവർവ്യൂ ആണ് ഈ ഒരു ചാപ്റ്ററിലൂടെ കിട്ടുന്നത്. ഇൻട്രൊഡക്ഷൻ. In India, banking companies are governed by the Banking Regulation Act 1949. And Section 5 of Act defines banking as the accepting for the purpose of lending or investment of deposits of money from the public payable on demand or otherwise, and withdrawable by check, draft and order or otherwise. അതായത് ഇന്ത്യയിൽ ബാങ്കിങ് കമ്പനീസ് ഗവൺ ചെയ്യുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ആണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ആണ് ഇന്ത്യയിൽ ഗവൺ ചെയ്യുന്നത്. സെക്ഷൻ 5 ഓഫ് ആക്ട് ഡിഫൈൻസ് ബാങ്കിങ് ആസ് ദ ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി ഫ്രം ദ പബ്ലിക്, repayable on demand or otherwise, and withdrawable by check, draft or other order or otherwise. Business of banking companies. അപ്പോൾ ഇത് ക്ലിയർ ആയ ഇൻട്രൊഡക്ഷൻ. ഇനി അടുത്തതാണ് ബിസിനസ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ ഇത്ര പറയുള്ളൂ. ഇൻ ഇന്ത്യ ബാങ്കിങ് കമ്പനീസ് ആർ ഗവേൺഡ് ബൈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരമാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. സെക്ഷൻ 5 ഓഫ് ആക്ട് ഡിഫൈൻ ബാങ്കിങ് ആസ് ദ ആക്സെപ്റ്റിംഗ് ഫോർ ദ പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് സെക്ഷൻ 5 ബാങ്കിങ്ങിൻ്റെ എന്താ പറയുക ഡെഫിനിഷനാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. lending or investment of deposits of money from the public, repayable on demand or otherwise, and withdrawable by check, draft and order or otherwise. Okay, business of banking companies. അടുത്ത ഒരു ടേമാണ് ബിസിനസ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. ഇൻ അഡീഷൻ ടു ദ ബിസിനസ് ഓഫ് ബാങ്കിങ് കമ്പനി മേ എൻഗേജ് ഇൻ എനി വൺ ഓർ മോർ ഓഫ് ദ ഫോളോയിങ്. ബാങ്കിങ് കമ്പനീസിൻ്റെ ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഫീച്ചേഴ്സാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് പറയുന്നത്? ദ ബോറോയിങ്, റൈസിങ് ഓർ ടേക്കിംഗ് അപ്പ് ഓഫ് മണി. ഒന്നാമത്തെയാണ് ബോറോയിങ്, റൈസിങ് ഓർ ടേക്കിംഗ് അപ്പ് ഓഫ് മണി. ദ ലെൻഡിങ് ഓർ അഡ്വാൻസിങ് ഓഫ് മണി എയ്തർ അപ്പോൺ ഓർ വിത്തൗട്ട് സെക്യൂർ. ഇനി അടുത്തൊരു പോയിന്റ്, ദ ഡ്രോയിങ്, മേക്കിംഗ്, ആക്സെപ്റ്റിംഗ്, ഡിസ്കൗണ്ടിങ്, ബൈയിങ്, സെല്ലിംഗ്, കളക്റ്റിംഗ് ആൻഡ് ഡീലിംഗ് ഇൻ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, ഹുണ്ടീസ്, പ്രോമിസറി നോട്ട്സ്, കൂപ്പൺസ്, ഡ്രാഫ്റ്റ്, ബിൽ ഓഫ് ലാഡിംഗ്, റെയിൽവേ റെസീപ്റ്റ്സ്, വാറൻറ്റ്സ്, debentures, certificates, scripts and other instruments and securities, whether transferable or negotiable or not.
ഇനി അടുത്തതാണ് ദ ഗ്രാൻഡിങ് ആൻഡ് ഇഷ്യൂയിങ് ഓഫ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ട്രാവൽ ചെക്സ് ആൻഡ് സർക്കുലർ നോട്ട്സ് on receiving of all kind of bonds, script or valuable on deposit or for safe custody or otherwise. The buying, selling and dealing in bullion, or the collecting and transferring of money and securities, contracting of public and private loans and negotiating and issuing the same, carrying on and transacting every kind of guarantees and indemnity business, undertaking and executing trust, etc. എന്തൊക്കെയാണ് അതിൽ പറയണം? അപ്പോൾ ഒരു ബിസിനസ് കമ്പനീസ്, ഒരു ബാങ്കിങ് ബിസിനസ് കമ്പനീസിൻ്റെ കേസ്, ബിസിനസ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആണെങ്കിൽ അതിൻ്റെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാമെന്ന് പറയുന്നത് ബാങ്കിങ് കമ്പനീസായിട്ട് കൺസിഡർ ചെയ്യാം. ഒന്ന് മണി ബോറോയിങ്, റൈസിങ് ആൻഡ് ടേക്കിങ്, മണി ബോറോയിങ്, റൈസിങ് ആൻഡ് ടേക്കിങ് അപ്പ് ചെയ്യുന്ന കമ്പനീസുകളൊക്കെ എന്താണെന്നാണ് പറയുന്നത്? ബാങ്കിങ് കമ്പനീസാണ്. ഓക്കെ. രണ്ടാമത്തെ ഒരു പോയിൻ്റാണ് ലെൻഡിങ് ഓർ അഡ്വാൻസിങ് ഓഫ് മണി. ഒന്നാമത്തെ ബോറോയിങ്, റൈസിങ് ഓർ ടേക്കിംഗ് അപ്പ് ഓഫ് മണി ഒന്നില്ലെങ്കിൽ ബോറോ ചെയ്യുക, അല്ലെങ്കിൽ റൈസ് ചെയ്യുക, ഫണ്ട് റൈസ് ചെയ്യുക എന്നൊക്കെ കിട്ടില്ലേ. അപ്പം ഒന്നില്ലെങ്കിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ടേക്കിംഗ് അപ്പ് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ ഫീച്ചർ. അടുത്ത് ലെൻഡിങ് ഓർ അഡ്വാൻസിങ് ഓഫ് മണി എയ്തർ അപ്പോൺ ഓർ വിത്തൗട്ട് സെക്യൂർ. എന്താണ്? ലെൻഡിങ് ഓർ അഡ്വാൻസിങ് ഓഫ് മണിയാണ് രണ്ടാമത് പറയുന്നത്. ലെൻഡിങ് ഓർ advancing of money either upon or without secure, either upon or without secure. Drawing, making, accepting, discounting, buying, selling, collecting and dealing in bills of exchange, hundies, promissory notes, coupons, draft, bill of lading, railway receipts, warrants, debentures, certificates, scripts and other instruments and securities, whether transferable or negotiable or not. അടുത്തത് the granting and issuing of letter of credit, traveller's check and circular notes. On receiving of all kind of bonds, scripts or valuable on deposit or for safe custody or otherwise. The buying, selling and dealing in bullion. പിന്നെ ഇതിനകത്ത് പറയുന്നത് കളക്റ്റിംഗ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് ഓഫ് മണി ആൻഡ് സെക്യൂരിറ്റീസ്. കളക്റ്റിംഗ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് ഓഫ് മണി സെക്യൂരിറ്റീസ് കളക്ട് ചെയ്യുക, അത് ട്രാൻസ്മിറ്റ് ചെയ്യുക. ആൻഡ് കോൺട്രാക്റ്റിംഗ് ഫോർ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ലോൺസ് ആൻഡ് നെഗോഷിയേറ്റിംഗ് ആൻഡ് ഇഷ്യൂയിങ് ദ സെയിം. Carrying on and transacting every kind of guarantees and indemnity business, undertaking and executing trust, etc. Important provisions of the Banking Regulation Act 1949. Collecting and transmitting of money and money in security, contracting for public and private loans and negotiating and issuing them, carrying on and transacting every kind of guarantees and indemnity business, undertaking and executing trust, etc. Important provisions of Banking Regulation Act 1949. 1949. Important provisions of the Banking Regulation Act 1949. സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. ഇതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇതിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, ക്യാഷ് റിസർവ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, നോൺ ബാങ്കിങ് അസറ്റ്സ്, മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവ്, അക്കൗണ്ടിങ് സിസ്റ്റം ഇൻ ബാങ്കിങ്. അടുത്ത ടോപ്പിക്കാണ്. ഇതിൽ മെയിനായിട്ട് 5 കേസാണ് പഠിക്കാനുള്ളത്. ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെയാണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്നതാണ്. ഓക്കെ. സ്റ്റാറ്റ്യൂട്ടറി റിസർവ്
As per Section 17, banking companies incorporated in India transfer every year at least 25% of its profit before any dividend is declared to a statutory reserve until the amount of reserve together with the statutory premium account is equal to the paid up capital. Statutory Reserve Section 17 പ്രകാരം ബാങ്കിങ് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ ആൻസർ എവറി ഇയർ അറ്റ്ലീസ്റ്റ് 25% അതായത് പ്രോഫിറ്റ് ഉണ്ടായിരിക്കുമല്ലോ എല്ലാ കമ്പനീസിനും കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 25% പ്രോഫിറ്റ് ബിഫോർ എനി ഡിവിഡൻഡ് ഈസ് ഡിക്ലെയർഡ് ടു സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. ഏതെങ്കിലും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു 25% എന്തിലേക്ക് സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടിലേക്ക് റിസർവിലേക്ക് മാറ്റണം. അണ്ടിൽ ദ എമൗണ്ട് ഓഫ് റിസർവ് ടുഗദർ വിത്ത് ദ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഈസ് ഈക്വൽ ടു പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഒരു പർട്ടിക്കുലർ എമൗണ്ട് എങ്കിലും മാറ്റണം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്താണ് CRR, ക്യാഷ് റിസർവ് റേഷ്യോ. ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ വിത്ത് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എ ക്യാഷ് റിസർവ് ഓഫ് അറ്റ്ലീസ്റ്റ് 3% of the total of its demand and time liability in India. അതായത് ബാങ്കിൽ എല്ലാ ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ, ഇത് ഈ ടേംസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഇത്രേ പറയുന്നുള്ളൂ, 25% ബിഫോർ ഡിക്ലെയറിങ് ഡിവിഡൻഡ് എന്തെങ്കിലും ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് 25% നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റണം, അത്രേ പറയുന്നുള്ളൂ. അടുത്തത് ക്യാഷ് റിസർവ് റേഷ്യോനകത്ത് എന്താ പറയുന്നത്? ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ വിത്ത് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എ ക്യാഷ് റിസർവ് ഓഫ് അറ്റ്ലീസ്റ്റ് 3% ഓഫ് ടോട്ടൽ ഓഫ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി ഇൻ ഇന്ത്യ. അതായത് 3% CRRലേക്ക് മാറ്റണം, എല്ലാ ബാങ്കുകളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മാറ്റണം എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത SLRൽ എന്താ പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അതാണ് SLR. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോനെയാണ് പറയുന്നത്. ബാങ്ക്സ് ആർ ആൾസോ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ അറ്റ്ലീസ്റ്റ് 25% ഓഫ് ദ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് ഇൻ ദ ഫോം ഓഫ് liquid asset like cash, gold and unencumbered. SLR may vary in the range of 25 to 40%. അതായത് എല്ലാ ബാങ്കുകളും ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ അറ്റ്ലീസ്റ്റ് 25% ഓഫ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് അസറ്റ്. ലിക്വിഡ് അസറ്റിൻ്റെ ഫോമിൽ ലിക്വിഡിറ്റിയുടെ ഫോമിൽ 25% കീപ്പ് ചെയ്തിരിക്കണം. അത് ഒന്നിനും ക്യാഷായിട്ടോ ഗോൾഡായിട്ടോ അൺഎൻകംബേർഡ്, ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഇതാക്കാം. ഈ SLR 25 എന്നുള്ളത് 25 മുതൽ 40 വരെ വേരി ചെയ്യാം. ഓക്കെ, അതാണ് SLRൽ പറയുന്നത്. അതാണ് നോൺ ബാങ്കിങ് അസറ്റ്സ്. നോൺ ബാങ്കിങ് അസറ്റിൽ എന്താ പറയുന്നത്? നോൺ ബാങ്കിങ് അസറ്റ്, these are the assets which are not used in the ordinary course of business of banking, but they are of such immovable and movable properties which come under the possession of the banking company for recovering the amount due from customers. Non-banking assets these are the assets which are not used in the ordinary course of business of banking. Non-banking asset ordinary course of banking യൂസ് ചെയ്യില്ല, but they are such immovable and movable property which come under the possession of the banking company for recovering the amount due from customers. അടുത്ത മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവ്. അടുത്തൊരു ടേമാണ് മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവ് എന്ന് പറയുന്നതാണ്. എന്താണ് മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവ്? ഇൻ കേസ് ഓഫ് ബാങ്കിങ് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ, ദ സം ഓഫ് ഇറ്റ്സ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഷാൾ നോട്ട് ബി ലെസ് ദാൻ ദ എമൗണ്ട് മെൻഷൻഡ് ബിലോ. ഇൻ കേസ് ഓഫ് ബാങ്കിങ് കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ, സം ഓഫ് ദ പെയ്ഡ് അപ്പ് ആൻഡ് റിസർവ് ഷാൾ നോട്ട് ബി ലെസ് ദാൻ ദ മെൻഷൻഡ് എമൗണ്ട്. ഏതൊക്കെയാണോ എന്ന് പറയുന്നത്? If it has places of business in more than one state
നമുക്ക് മോർ ദാൻ വൺ സ്റ്റേറ്റിലാണ് പറയുന്നത് ബിസിനസ് ഉണ്ടെങ്കിൽ 5 lakh ആൻഡ് ഇഫ് എനി സച്ച് പ്ലേസ് ഓഫ് ബിസിനസ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ മുംബൈ ഓർ കൊൽക്കത്ത ഇൻ ബോത്ത് 10 lakh ആവുന്നു. ഓക്കെ, അതാണ് മിനിമം ക്യാപിറ്റൽ ഓർ റിസർവിനെ കുറിച്ചിട്ട് പറഞ്ഞത്. ക്യാപിറ്റലിനെങ്കിൽ റിസർവ് എന്തായിരിക്കും? മോർ ദാൻ വൺ കൺട്രിയിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിലാണെങ്കിൽ 5 lakh, അത് മുംബൈ കൊൽക്കത്തയാണെങ്കിൽ ബോത്തിലും ഉണ്ടെങ്കിൽ അത് 10 lakh ആവും. If it has all its places of business in one state, none of which is Mumbai or Kolkata, എന്താണ് പറയുന്നത് 1 lakh in respect of its principal place of business plus 10,000 for each additional place of business in same district plus 25,000 for the place of business elsewhere in the state. അതായത് ഇത്രേ പറയുന്നുള്ളൂ. ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ തന്നെയാണ് നമ്മുടെ എല്ലാ ബിസിനസ്സും. ഇപ്പോൾ ഒരു കേരളത്തിൽ തന്നെയാണ്, കേരളത്തിൽ 14 ജില്ലയിലും എനിക്ക് ഓരോ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എനിക്ക് 1 lakh പ്ലസ് ഓരോ ബ്രാഞ്ചിനും 10,000 വെച്ചിട്ട് നമ്മൾ കൂട്ടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 14,000 അല്ല 14,000 അല്ല വരിക, ഓരോന്നും 10,000. 14 ജില്ലയ്ക്കും നമ്മൾ 1,40,000 വരിക. അപ്പോൾ 1,40,000 പ്ലസ് 25,000 ഫോർ ഈച്ച് പ്ലേസ് ഓഫ് ബിസിനസ് എൽസ്വെയർ ഇൻ ദ സെയിം ഡിസ്ട്രിക്ട് പ്ലസ് 25,000 ഫോർ പ്ലേസ് ഓഫ് ബിസിനസ് എൽസ്വെയർ ഇൻ ദ സ്റ്റേറ്റ്. ഓക്കെ, അങ്ങനെ മാക്സിമം 5 lakh വരെയാണ് വരുള്ളൂ. ഓക്കെ, മാക്സിമം 5 lakh അടച്ചാൽ മതി. ക്ലിയർ? അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അതാണ് മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവിൽ വരുന്നത്. ഇത് ഇത്രയേ ഉള്ളൂ. ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആയിരുന്നു. അതിൽ ഇത്രേ പറയുന്നുള്ളൂ. 17 സെക്ഷൻ 17 പ്രകാരം 25% റിസർവ് ഫണ്ടിലേക്ക് മാറ്റണം. ക്യാഷ് റിസർവ് റേഷ്യോയിൽ ഇത്രേ പറയുന്നുള്ളൂ. 3% റിസർവ് ബാങ്കിലേക്ക് മാറ്റണം. SLRൽ എന്താ പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയിൽ 25% ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്സുകൾ കരുതണം. ക്യാഷോ ഗോൾഡ് ആയിട്ട് കരുതണം. അത് 25 മുതൽ 40 വരെ വേരി ചെയ്യാം. നോൺ ബാങ്കിങ് അസറ്റിൻ്റെ കേസിൽ ദിസ് ആർ ദ അസറ്റ് വിച്ച് ആർ നോട്ട് യൂസ്ഡ് ഇൻ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ഓഫ് ബാങ്കിങ്. ദേ ആർ ഇമ്മൂവബിൾ ആൻഡ് മൂവബിൾ പ്രോപ്പർട്ടി വിച്ച് കം അണ്ടർ ദ പൊസഷൻ ഓഫ് ബാങ്കിങ് കമ്പനി ഫോർ റിക്കവറിങ് ദ എമൗണ്ട് ഡ്യൂ ഫ്രം കസ്റ്റമേഴ്സിൻ്റെ നിന്ന് എമൗണ്ട് ഡ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോർമൽ പോലെ അല്ലാതെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ആൻഡ് മൂവബിൾ പ്രോപ്പർട്ടീസാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവ് ആണ് അടുത്ത ഒരു ടേം. മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവിൽ പറയുന്നത് ഓരോന്നിനും മിനിമം ക്യാപിറ്റൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റേറ്റും പുറമേ അതിൽ കൂടുതൽ കുറേ സ്റ്റേറ്റ്സുകൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്നാണ് പറയുന്നത്, 5 lakh വരെ ആവും. അത് മുംബൈ കൊൽക്കത്തയിലാണെന്നുണ്ടെങ്കിൽ 10 lakh ആവും. ഇനി ഒരു സ്റ്റേറ്റിൽ തന്നെയാണ്, കേരള എക്സാമ്പിൾ പറഞ്ഞു, ഒരു സ്റ്റേറ്റ് തന്നെയാണെന്നുണ്ടെങ്കിൽ എന്ത് മതി, ഒരു സ്റ്റേറ്റിൽ തന്നെയാണെങ്കിൽ 1 lakh പ്ലസ് 10,000 വെച്ച് അഡീഷണൽ വരും. ഓക്കെ, പ്ലസ് 25,000 വരും. മാക്സിമം 5 lakh ആണ് വരിക. ഓക്കെ ആണോ? ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി അടുത്തതാണ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻ ബാങ്കിങ്. ബാങ്കിങ്ങിൽ അക്കൗണ്ടിങ് സിസ്റ്റമാണ്. അക്കൗണ്ടിങ് സിസ്റ്റം ഇൻ ബാങ്കിങ്, അതാണ് അടുത്തൊരു ടേം. അക്കൗണ്ടിങ് സിസ്റ്റം ഇൻ ബാങ്കിങ്ങിനകത്ത് അക്കൗണ്ടിങ് സിസ്റ്റം ഓഫ് ബാങ്കിങ് കമ്പനി ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ട്രേഡിംഗ് ഓർ മാനുഫാക്ചറിങ് കമ്പനി. ട്രേഡിംഗ് കമ്പനിയിൽ നിന്നും മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്നും ബാങ്കിങ് കമ്പനി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്, നമുക്കറിയാം അല്ലേ. മെയിൻ ഫീച്ചർ ഓഫ് എ ബാങ്കിങ് അക്കൗണ്ടിങ് സിസ്റ്റം ആർ ആസ് ഫോളോസ്.
എൻട്രീസ് ഒന്നാമത്തെ എൻട്രീസ് ഇൻ ദ പേഴ്സണൽ ലെഡ്ജർ ആർ മെയ്ഡ് ഡയറക്ട്ലി ഫ്രം ദ വൗച്ചർ. ഒന്നാമത്തെ കേസ് എൻട്രീസ് ഇൻ ദ പേഴ്സണൽ ലെഡ്ജർ ആർ മെയ്ഡ് ഡയറക്ട്ലി ഫ്രം ദ വൗച്ചർ. From such entries in personal ledger, each day summary sheets in total are prepared, which are posted to the control accounts in the general ledger. General ledger's trial balance is extracted and agreed every day. All entries in the personal ledger and summary sheets are checked by person other than those who have recorded entry. It helps in detection of mistakes. A trial balance of detailed personal ledger is prepared periodically and get agreed with the general ledger control accounts. Two vouchers are prepared for every transaction not involving cash. ക്ലിയർ ആണോ? ഈ കേസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അക്കൗണ്ടിങ് സിസ്റ്റം ഇൻ ബാങ്കിങ് എങ്ങനെയാണെന്നുള്ളതാണ്. ഒന്നുകൂടി പറഞ്ഞുതരേ. അപ്പം സോറി 1 2 3 4 5 6 പോയിൻറ്റ്സാണ് വരുന്നത്. ഓക്കെ. ഒന്നാമത്തെ പോയിൻ്റാണ് എൻട്രീസ് ഇൻ ദ പേഴ്സണൽ ലെഡ്ജർ ആർ മെയ്ഡ് ഡയറക്ട്ലി ഫ്രം ദ വൗച്ചർ. ശ്രദ്ധിച്ചോ, അക്കൗണ്ടിങ് സിസ്റ്റം ഇൻ ബാങ്കിങ്ങിനകത്ത് എൻട്രീസ് ഇൻ ദ പേഴ്സണൽ ലെഡ്ജർ ആർ മെയ്ഡ് ഡയറക്ട്ലി ഫ്രം ദ വൗച്ചർ. From such entries in the personal ledger, each day summary sheets in total are prepared, which are posted to control account in the general ledger. The general ledger's trial balance is extracted and agreed every day. And all entries in the personal ledger and summary sheets are checked by person other than those who have recorded entries. It helps in detection of mistakes. A trial balance of detailed personal ledger is prepared periodically and gets agreed with the general ledger control accounts. Two vouchers are prepared for every transaction not involving cash. ഇതിൽ books maintained by banks. അടുത്തതാണ് ബുക്സ് മെയിൻറ്റെയിൻഡ് ബൈ ബാങ്ക്സ്. ബാങ്ക്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന മെയിനായിട്ടുള്ള ബുക്കുകളാണ്. ഒന്ന് റിസീവിങ് കാഷ്യർ കൗണ്ടർ ക്യാഷ് ബുക്ക്, പേയിങ് കാഷ്യേഴ്സ് കൗണ്ടർ ക്യാഷ് ബുക്ക്, കറൻറ്റ് അക്കൗണ്ട് ലെഡ്ജർ, സേവിങ് ബാങ്ക് അക്കൗണ്ട് ലെഡ്ജർ, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ലെഡ്ജർ, ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ, bill discounted and purchased ledger, loan ledger, cash credit ledger, customers acceptance endorsement and guarantee ledger, recurring deposits accounts ledger. അതായത് ബുക്സ് മെയിൻറ്റെയിൻ ബൈ ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സുകളാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ഒന്നാമത്തെയാണ് റിസീവിങ് കാഷ്യേഴ്സ് കൗണ്ടർ ക്യാഷ് ബുക്ക്, പേയിങ് കാഷ്യർ കൗണ്ടർ ക്യാഷ് ബുക്ക്, കറൻറ്റ് അക്കൗണ്ട് ലെഡ്ജർ, സേവിങ് ബാങ്ക് അക്കൗണ്ട് ലെഡ്ജർ, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് ലെഡ്ജർ, ഇൻവെസ്റ്റ്മെൻറ്റ് ledger, bills
discounted and purchased ledger, loan ledger, cash credit ledger, customers acceptance, endorsement and guarantee ledger, recurring deposit accounts ledger. കുറച്ചധികം ലെഡ്ജേഴ്സ് ഉണ്ടെങ്കിലും ഇതാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇത്രയും ബുക്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു ടേമാണ് ദി സ്ലിപ്പ് സിസ്റ്റം. എന്താണ് ഈ സ്ലിപ്പ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് ദ സ്ലിപ്പ് സിസ്റ്റം? സ്ലിപ്പ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്ലിയർ? ഓക്കെ, ഈ ഒരു ടോപ്പിക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ലിപ്പ് സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് നോട്ട് എ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. ദിസ് ഈസ് നോട്ട് എ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിങ്ങിൻ്റെ ഒരു സിസ്റ്റം അല്ലത്, but a method of rapidly posting entries to books kept on double entry system. അതായത് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ട് എ മെത്തേഡ് ഓഫ് റാപ്പിഡ്ലി പോസ്റ്റിംഗ് എൻട്രീസ് ഓൺ ദ ബുക്സ് ഓൺ കെപ്റ്റ് ഇൻ ഡബിൾ എൻട്രി. നമ്മൾ റാപ്പിഡ് ടെസ്റ്റുകളൊക്കെ നടത്തില്ലേ, അതേപോലെ ജസ്റ്റ് റാപ്പിഡ്ലി പോസ്റ്റിംഗ് ദ എൻട്രീസ് ഓൺ ദ ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റത്തിനകത്ത് നമ്മൾ ജസ്റ്റ് ആർ പോസ്റ്റിംഗ് ദ എൻട്രീസ്. ഇൻ ദിസ് സിസ്റ്റം പോസ്റ്റിംഗ് ഈസ് മെയ്ഡ് ഫ്രം സ്ലിപ്സ് prepared inside the organization itself or from slips filled in by its customers. അതായത് ഇവിടെ എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം പ്രകാരം പോസ്റ്റിംഗ് ഈസ് മെയ്ഡ് ഫ്രം സ്ലിപ്സിൽ നിന്നാണ് നമ്മൾ പോസ്റ്റിംഗ് മെയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, പോസ്റ്റിംഗ് ഈസ് മെയ്ഡ് ഫ്രം സ്ലിപ്സ് പ്രിപ്പയർഡ് ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ ഇറ്റ്സെൽഫ് ഓർ ഫ്രം സ്ലിപ്സ് ഫിൽഡ് ഇൻ ബൈ ഇറ്റ്സ് കസ്റ്റമേഴ്സ്. ഒന്നില്ലെങ്കിൽ ഇൻസൈഡ് ഓർഗനൈസേഷൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ സ്ലിപ്സ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും കസ്റ്റമേഴ്സ്. ഓക്കെ, ഇനി ഇൻ എ ബാങ്കിങ് കമ്പനി ദ മെയിൻ സ്ലിപ്സ് ആർ പേയിങ് സ്ലിപ്സ്, വിഡ്രോവൽ സ്ലിപ്പ് ആൻഡ് ചെക്സ്, ആൻഡ് ഓൾ ദീസ് സ്ലിപ്സ് ആർ ഫിൽഡ് ഇൻ ബൈ ക്ലെയിംസ് ഓൺ ദ ബാങ്ക്. അതായത് നമ്മളിപ്പം പറയുന്നത് സ്ലിപ്പ് സിസ്റ്റം എന്താണെന്നുള്ളതാണ് അല്ലേ. സ്ലിപ്പ് എന്ന് പറയുന്ന സമയത്ത് ഒരു ബാങ്കിൽ മെയിനായിട്ട് വരുന്ന സ്ലിപ്സുകളാണ് പേയിങ് സ്ലിപ്സ്, വിഡ്രോവൽ സ്ലിപ്സ്, ചെക്സ്, ആൻഡ് ഓൾ ദീസ് സ്ലിപ്സ് ആർ ഫിൽഡ് ബൈ ദ ക്ലെയിംസ് ഓഫ് ദ ബാങ്ക്. നമ്മളൊരു ബാങ്ക് ചെല്ലുമ്പോൾ അവർ ആദ്യം ചോദിക്കുക വാട്ട് ഈസ് ദ പേർപ്പസ്, വിഡ്രോവലാണോ ഇൻവെസ്റ്റ് ചെയ്യാണോ എന്താണെന്ന് ചോദിക്കുക. അപ്പം അക്കോർഡിംഗ് ടു ദാറ്റ് പേ ചെയ്യുകയാണെങ്കിൽ പേയിങ് സ്ലിപ്പ് കിട്ടും, നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ വിഡ്രോവൽ സ്ലിപ്പ് കിട്ടും, ശരിയല്ലേ. ചെക്ക്, ഇങ്ങനത്തെ സ്ലിപ്സുകളൊക്കെയാണ് യൂസ് ചെയ്യാറ്. ഇനി ദിസ് ഈസ് നോട്ട് എ സിസ്റ്റം ഓഫ്, ആദ്യമേ പറയുന്നുണ്ട് ഇതൊരു ബുക്ക് കീപ്പിംഗ് അല്ല. ബുക്ക് കീപ്പിംഗ് ഇൻ ദ റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, ഓർഗനൈസിങ് ഓഫ് ദിസ് ഓൾ ദി അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ദാറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ആസ് എ ബുക്ക് കീപ്പിംഗ്. പക്ഷേ ഇവിടെ ഇത് ഒരു ബുക്ക് കീപ്പിംഗ് അല്ല. പക്ഷെ എന്താണ്, ബട്ട് എ മെത്തേഡ് ഓഫ് റാപ്പിഡ്ലി പോസ്റ്റിംഗ് ദ എൻട്രീസ് ഓൺ ദ ബുക്ക് കെപ്റ്റ് ഓൺ ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം കീപ്പ് ചെയ്യുന്ന ബുക്കിനകത്ത് നമ്മൾ റാപ്പിഡ്ലി പോസ്റ്റിംഗ് ദ എൻട്രീസ്. നമ്മൾ സ്ലിപ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ, അതായത് കസ്റ്റമേഴ്സ് പ്രിപ്പയർ ചെയ്ത സ്ലിപ്സിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് റെക്കോർഡിങ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അനദർ ഫീച്ചർ. ക്ലിയർ? ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. ആൻഡ് ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്ലിപ്പ് സിസ്റ്റം. ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കണ്ടോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ, അഡ്വാൻറ്റേജസ് ആണ്. ഈ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്ലിപ്പ് സിസ്റ്റം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്താണ്
അഡ്വാൻറ്റേജസ് ഓഫ് സ്ലിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് ഓഫ് സ്ലിപ്പ് സിസ്റ്റത്തിൽ ഇറ്റ് മേക്സ് അക്കൗണ്ട്സ് റിലയബിൾ. പിന്നെ സ്ലിപ്സ് ആർ ദ ബേസിസ് ഓഫ് ഓഡിറ്റിംഗ്. ഒന്ന് അഡ്വാൻറ്റേജ് സ്ലിപ്പ് സിസ്റ്റത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് സ്ലിപ്പ് സിസ്റ്റത്തിൻ്റെ മെയിനായിട്ടുള്ള മെറിറ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു അല്ലേ. ഇറ്റ് മേക്ക് അക്കൗണ്ട്സ് റിലയബിൾ, സ്ലിപ്സ് ആർ ദ ബേസിസ് ഓഫ് ഓഡിറ്റിംഗ്. എന്താണ് സ്ലിപ്പ് സിസ്റ്റം വരുന്ന സമയത്ത് നമ്മളെന്താണ് ഇപ്പോൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോവൽ സ്ലിപ്പും അല്ലെങ്കിൽ പെയിൻ സ്ലിപ്പൊക്കെ തരാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്കതൊരു ഫ്യൂച്ചറിൽ റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം തന്നെ നമ്മൾ അപ്ഡേഷൻ നടത്തുന്ന സമയത്ത് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ഉണ്ടായി എന്ന് ക്ലാരിറ്റി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇറ്റ് മേക്സ് അക്കൗണ്ട്സ് റിലയബിൾ. പിന്നെ ഇത് ബേസിസ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. ഇറ്റ് ഈസ് ബേസിസ് ഓഫ് ഓഡിറ്റിംഗ്. ദ ബാങ്ക് സേവ്സ് എ ലോട്ട് ഓഫ് ക്ലറിക്കൽ ലാബേഴ്സ് ആസ് മോസ്റ്റ് ഓഫ് ദ സ്ലിപ്സ് ആർ ഫിൽഡ് ഇൻ ബൈ ഇറ്റ്സ് കസ്റ്റമേഴ്സ്. ബാങ്ക് സേവ്ഡ് എ ലോട്ട് ഓഫ്. എന്താണ് ഇവിടെ പറയണതെന്നറിയോ? എന്താ ഇവിടെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ബാങ്ക് ചെന്ന് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ സ്ലിപ്സുകൾ, ഒരുപാട് സ്ലിപ്സുകൾ സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ പറയുക ഫില്ല് ചെയ്യുന്നത് ആരെന്നെയാണ്? നമ്മുടെ കസ്റ്റമേഴ്സ് തന്നെയാണ്. അപ്പോൾ കസ്റ്റമേഴ്സ് തന്നെ ഫില്ല് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ നമുക്ക് ക്ലറിക്കൽ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ കുറേ ക്ലറിക്സിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതാണ് ദ ബാങ്ക്സ് സേവ്സ് എ ലോട്ട് ഓഫ് ക്ലറിക്കൽ ലേബർ ആസ് മോസ്റ്റ് ഓഫ് ദ സ്ലിപ്സ് ആർ ഫിൽഡ് ബൈ ഇറ്റ്സ് കസ്റ്റമേഴ്സ്. ദർ ഇസ് നോ നീഡ് ഫോർ കീപ്പിംഗ് സബ്സിഡിയറി ബുക്സ്. നമുക്ക് സബ്സിഡിയറി ബുക്സുകൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്താണ് ഡീമെറിറ്റ്സ് ആണ്. ഇനി ഡീമെറിറ്റ്സ് ഓഫ് സ്ലിപ്പ് സിസ്റ്റം. ഡീമെറിറ്റ്സിൽ കണ്ടോ, സ്ലിപ്പ് മേ ബി ലോസ്റ്റ്, ഡെസ്ട്രോയിഡ് ഓർ മിസ്അപ്രോപ്രിയേറ്റഡ് ദീസ് ആർ ലോസ്. ഒരു സ്ലിപ്പ് നഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നഷ്ടമായതാണ്, നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇൻ ദ ആബ്സെൻസ് ഓഫ് സബ്സിഡിയറി ബുക്സ് cannot be verified. സബ്സിഡിയറി ബുക്സിൻ്റെ ആബ്സെൻസിൽ നമുക്ക് ബുക്സുകൾ വെരിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ആൻഡ് എക്സ്പെൻസീവ് ടു കീപ് ഡേറ്റ് വൈസ് റെക്കോർഡ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സ്ലിപ്സ്. കസ്റ്റമേഴ്സ് ഫീൽ ഡിഫിക്കൽട്ടി ഓൺ അക്കൗണ്ട് ഓഫ് സ്ലിപ്സ്. അതായത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ആൻഡ് എക്സ്പെൻസീവ് കീപ് ദ ഡേറ്റ് വൈസ് റെക്കോർഡ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സ്ലിപ്സ്. ലാർജ് നമ്പർ ഓഫ് സ്ലിപ്സുകൾ ഡേറ്റ് വൈസ് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. കസ്റ്റമേഴ്സ് ഫീൽ ഡിഫിക്കൽട്ടി ഓൺ അക്കൗണ്ട് ഓഫ് സ്ലിപ്പ് സിസ്റ്റം. സ്ലിപ്പ് സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് ഇറ്റ്സ് ഫീൽ വെരി ഡിഫിക്കൽട്ടി. ഓക്കെ, അടുത്താണ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്ക്സ്. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്ക്സ് ആണ് അടുത്ത്. അപ്പോൾ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഓക്കെയാണോ? ഇനി ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബുക്സിലേക്ക് കടക്കാൻ പോവാണ്. ഇതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെയാണ്. അതിന് മുന്നേ നമ്മളിപ്പോൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് ഒന്നുകൂടി പറഞ്ഞുതരാം. ചാപ്റ്റർ 6 ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനി എന്നുള്ളൊരു ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ബാങ്കിങ് കമ്പനീസിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഒബ്ജക്റ്റീവ്, ഇൻട്രൊഡക്ഷൻ പറഞ്ഞു നമ്മൾ. ബിസിനസ് ഓഫ് ബാങ്കിങ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. അതിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, CRR, SLR, നോൺ ബാങ്കിങ് അസറ്റ്, മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവ് എന്താണെന്ന് പഠിച്ചു. അതിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 17 പ്രകാരം എല്ലാ കമ്പനീസും 25% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റിവെച്ചിരിക്കണം.
CRR എന്ന് പറഞ്ഞു വെച്ചാൽ 3% ക്യാഷ് റിസർവ് റേഷ്യോയിലേക്ക് മാറ്റണം. SLR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലിക്വിഡിറ്റി റേഷ്യോ, അതായത് ക്യാഷോ ഗോൾഡൊക്കെ ആയിട്ട് ഒരു 25% നമ്മൾ ഇരിക്കണം. ഓക്കെ, റിസർവ് ബാങ്കിലാണ് CRR മാറ്റി വയ്ക്കേണ്ട 3% കേട്ടോ. പിന്നെ നോൺ ബാങ്കിങ് അസറ്റ് മൂവബിൾ പ്രോപ്പർട്ടീസുകളായിട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ് പറയണത്. മിനിമം ക്യാപിറ്റൽ ആൻഡ് റിസർവിൽ പറയുന്നത് നമ്മൾ ഒരു സ്റ്റേറ്റിൽ തന്നെയാണ് എല്ലാം എന്നുണ്ടെങ്കിൽ 1 lakh + 10,000 അഡീഷണൽ + 25,000 മതി. അല്ല മോർ ദാൻ സ്റ്റേറ്റിലാണെങ്കിൽ 5 lakh ആണ്. മുംബൈ പോലത്തെ സിറ്റി, മുംബൈ കൊൽക്കത്തയിലൊക്കെ ആണെങ്കിൽ 10 lakh ആണ് വരുന്നത്. അടുത്തത് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻ ബാങ്കിങ്ങിൽ എങ്ങനെയാണെന്നുള്ളവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അക്കൗണ്ടിങ് സിസ്റ്റം ഇൻ ബാങ്കിങ് എന്ന് പറയുമ്പോൾ 6 ഫീച്ചേഴ്സ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ ബുക്സ് മെയിൻറ്റെയിൻ ബൈ ബാങ്ക്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. റിസീവിങ് കാഷ്യേഴ്സ് കൗണ്ടർ ക്യാഷ് ബുക്ക്, പേയിങ് കാഷ്യേഴ്സ് കൗണ്ടർ ക്യാഷ് ബുക്ക്, കറൻറ്റ് അക്കൗണ്ട് ലെഡ്ജർ, സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ലെഡ്ജർ, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് ലെഡ്ജർ, ഇൻവെസ്റ്റ്മെൻറ്റ് ലെഡ്ജർ, ബിൽസ് ഡിസ്കൗണ്ടഡ് ആൻഡ് പർച്ചേസ്ഡ് ലെഡ്ജർ, ലോൺ ലെഡ്ജർ, ക്യാഷ് ക്രെഡിറ്റ് ലെഡ്ജർ, കസ്റ്റമേഴ്സ് ആക്സെപ്റ്റൻസ് എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഗ്യാരണ്ടി ലെഡ്ജർ, റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് ലെഡ്ജർ. അത്രയാണ് വരുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നതാണ് സ്ലിപ്പ് സിസ്റ്റം എന്താണെന്ന് പഠിച്ചു നമ്മൾ. അഡ്വാൻറ്റേജസ് ഓഫ് സ്ലിപ്പ് സിസ്റ്റം, ഡീമെറിറ്റ്സ് ഓഫ് സ്ലിപ്പ് സിസ്റ്റം എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, മെയിനായിട്ട് മെറിറ്റ്സും ഡീമെറിറ്റ്സും എന്തൊക്കെയാണ്. ഇറ്റ് മേക്ക് അക്കൗണ്ട്സ് റിലയബിൾ, slips are on the basis of auditing, bank saves a lot of clerical labors as most slips are filled by its customers. There is no need for keeping subsidiary books. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഡീമെറിറ്റ്സുകളാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ടുള്ള തിയറീസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ?